ഹലോ ഗൈസ്, നന്ദുണ്. അപ്പോൾ ഇന്ന് വേറൊന്നുമില്ല, ഇന്ന് ചെറിയൊരു പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ്. നാളെ നമ്മൾ അനുവിൻ്റെ കല്യാണമാണ്. അപ്പോൾ നേരം വിളിച്ചപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഏത് ചെരുപ്പുണ്ടെന്ന് ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ പഴയ മോഡൽ സ്ലിപ്പ് ഓൺസിന് ഇട്ടിട്ടോ. അപ്പോൾ നമുക്ക് ഈ കാറ് നമുക്ക് മലപ്പുറത്ത് എത്തിക്കണം. കാരണം നമ്മൾ മലപ്പുറത്ത് 2-3 പിള്ളേരുണ്ട്. അപ്പോൾ അവർക്ക് പോരാൻ വേണ്ടിയിട്ട് കാറ് നമുക്ക് അവിടെ എത്തിക്കണം. അപ്പോൾ ആ കാർ എടുത്തിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. വരുമ്പോൾ ബസ്സിന് പോരാന്നുള്ളൊരു ചെറിയ പ്ലാനിങ്ങിനാണ് പോയത്. അങ്ങനെ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിൽ വണ്ടി കൊണ്ട് ഇട്ടു. അവനോട് ഉണ്ടായിരുന്നില്ല. ചാവി അവിടെ വീട്ടിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു, ആരെങ്കിലും മലപ്പുറത്തേക്ക് ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ മെസ്സേജ് കണ്ടുകൊണ്ട് ഒരുത്തൻ എന്താ പറയുക, ഓഫീസിൽ നിന്ന് ലീവാക്കി കണ്ട് വന്നിക്കണേ. ലീവാക്കുന്നില്ല, കുറച്ച് നേരത്തെ 1-3 മണിക്കൂർ ഗ്യാപ്പിന് അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അങ്ങനെ എന്നെ പിക്ക് ചെയ്ത് നേരെ മലപ്പുറത്തേക്ക് വിട്ടിട്ടാണ്. നമ്മൾ ആദ്യം പോയത് ഓഗിക്കാണ്. ഓഗിയിൽ അത്യാവശ്യം കളക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. കാരണം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ റീ ഓപ്പണിംഗ് എല്ലാം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കളക്ഷൻ കുറവുണ്ടെങ്കിലും നമ്മൾ കുറേ നേരം നോക്കിയിട്ടാണ്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ 2-3 ഷർട്ടൊക്കെ വലിച്ചിട്ട് നോക്കിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അർജുനും വന്നു, കപ്പും വന്നു. അപ്പോൾ അവരെ കൊണ്ടും സെലക്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയിലായിരുന്നു. അതിൻ്റെ ഇടയിലേക്കൊരു കാപ്പി ഷർട്ട് കിട്ടി, ഒരു കാപ്പി മോഡൽ ഷർട്ട് കിട്ടി. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ വലിയൊരു കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഇട്ട് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പവാസ്കി വന്നിട്ടാണ്. അപ്പോൾ ഓൾ സെറ്റ്. അപ്പോൾ എല്ലാവരും ഏകദേശമൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ 1-2 കുറേ ഷർട്ട് ഇട്ട് നോക്കി. അപ്പോൾ ഫൈനലി ഈ ഒരു ഷർട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. ബ്ലാക്ക് പാൻറ്റെന്ന് ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത തോന്നി. പിന്നെ ഫവാസ്ക പിന്നെ അറിയില്ല, ഏത് ഷർട്ടും പാൻറ്റും ഇട്ടാലും ഓൻ 5ആണ്. അപ്പോൾ ഓനും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി, ഓനും ഷർട്ട് എടുത്തു. ഞാനിതേപോലെ ഒരു ഷർട്ട് എടുത്തു. അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഇറങ്ങണേൻ്റെ കയറിയപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല. ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടി തിരക്കായി തുടങ്ങി കേട്ടോ. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് ഓരോട് ബൈക്ക് എടുത്ത് തരാൻ പറഞ്ഞു. ഞാൻ കാറിൽ പോയി മറ്റൊന്ന് ഓഫീസിലേക്കും പോയിട്ടോ. നമ്മൾ അപ്പോൾ അങ്ങനെ നേരെ ഇറങ്ങിയിട്ട് നമ്മൾ കോട്ടപ്പടിയുള്ള സിമ്പിൾ കട്ടാണ് പോയത്. അവിടെ എത്തിയപ്പോൾ സിമ്പിളായിട്ടൊരു കട. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടുത്തെ ഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം കളക്ഷൻ തോന്നി. അവിടുന്ന് നല്ലൊരു ബ്ലാക്ക് പാൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കിട്ടും. ഇവിടെ എത്തിയപ്പോൾ ഇവനും വീണ്ടും ഷർട്ട് എടുക്കാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നൊരു ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനതൊന്ന് എടുത്തിട്ടു. അപ്പം വലിയ റേറ്റ് നമുക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ വെച്ചും ചെയ്തു. അപ്പോൾ ഒരു പാൻറ്റ് നമ്മളെടുത്ത് നേരെ വിട്ടിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ കോളേജ് പഠിച്ച ടൈമിൽ മലപ്പുറത്ത് പഠിച്ചിരുന്നു. അപ്പോൾ കോളേജ് പഠിച്ച ടൈമിൽ നമ്മൾ കുക്കിറോ എന്നൊരു കടണ്ടായിരുന്നു, ബിരിയാണി കട സ്പോട്ട്. നേരെ നമുക്ക് ഒന്നും നോക്കിയില്ലാണ്ട് പോയി ബിരിയാണി കഴിച്ചു. നല്ല റാത്തായിരുന്നു ബിരിയാണി കഴിച്ചു. 2-3 ദിവസമായിട്ട് പല ബിരിയാണി തിന്നലാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇന്നെ ബസ് സ്റ്റാൻഡിലാക്കിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റീവ് കോളേജ്. അതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡ് ഓർക്കുമ്പോൾ ഭയങ്കര കുറേ ഓർമ്മകളൊക്കെ അയവർത്തുങ്ങാണ്ട് നിന്നിട്ടാണ്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബസ് വന്നത്. ബസ് വന്നപ്പോൾ തന്നെ ഒരു സമാധാനമായി, കാരണം പെട്ടെന്ന് വീട്ടിലെത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ബസ് കയറിയപ്പോഴാണെങ്കിലോ അത്യാവശ്യം സീറ്റ് ഫുള്ളാണ്. അപ്പോൾ ഇരിക്കാൻ സീറ്റൊന്നും കിട്ടില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ സീറ്റ് കിട്ടി. അതുകൊണ്ട് കഴിച്ചില്ല. പിന്നെ ഇൻസ്റ്റയിൽ കുറച്ച് നേരം സ്ക്രോൾ ചെയ്ത് കണ്ടിരുന്നപ്പോൾ 2:15-2:30 ആകുമ്പോഴത്തേന് ചട്ടിപ്പറമ്പ് എത്തിയിട്ടാണ്. പിന്നെ ഒന്ന് നോക്കിയാലേ വീട്ടിലേക്ക് നടന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ബൈ.